ഉണ്ണി എനിക്ക് തന്ന ഫ്ലവേഴ്സ് എങ്ങനെയെങ്കിലും പ്രിസർവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു. യൂട്യൂബ് നോക്കിയപ്പോൾ പറഞ്ഞത് ഇഫ് യു കീപ് ദ ഫ്ലവേഴ്സ് അപ്സൈഡ് ഡൗൺ ഫോർ 2-3 വീക്സ് അതിലത്തെ മോയ്സ്ചർ ഒക്കെ പോയിട്ട് കുറേ നാൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ അങ്ങോട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. എന്താവും നോക്കാം. ഇന്നാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. എനിക്ക് തനിയിരിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പം മൊത്തത്തിൽ ഒരു മൂഡ് കുറവായിരുന്നേ. ലെറ്റ്സ് ഗോ ഔട്ട്. ഡോണ്ട് വാണ്ട് ടു സിറ്റ് ഹിയർ അലോൺ. പുറത്ത് പോവാം. കുറച്ച് പാസ്ത മേടിച്ചിട്ട് വരാം. വിൽ കുക്ക് പാസ്ത ടുഡേ. പക്ഷെ പുറത്ത് നല്ല മഴയാണ്. കുഴപ്പമില്ല, നമുക്ക് കാർ എടുക്കാം. പക്ഷെ നല്ല ട്രാഫിക്കും മെട്രോ പണിയുമാണ്. അങ്ങനെ എൻ്റെ പരാതി പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ പയ്യെ പുറത്തോട്ട് ഇറങ്ങി കോഫി ഡേയിൽ വന്നു. ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം സിസ്ലേഴ്സ് ഓർഡർ ചെയ്തു. എനിക്ക് ചെറുതായിട്ട് മൂഡ് ഓഫ് ആകുമ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് അധികം സ്വീറ്റ്സ് കഴിക്കും. അപ്പം ഞാൻ ഓക്കെ ആവും. ഇപ്പം ഞാൻ ഓക്കെ ആയി. അതുകൊണ്ട് എനിക്ക് ബാക്കി കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ നമുക്ക് വീട്ടിൽ പോയി പാസ്ത ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെഡ് സോസ് പാസ്തയാണ്. ഇതുപോലെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടി വിയിൽ നല്ലൊരു മൂവിയൊക്കെ ഇട്ട് സോഫയിൽ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ആരും ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ലാതെ ഫുഡ് കഴിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ കട ഇവർക്ക് പയ്യെ പഠിപ്പിച്ച് ഇവരെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ സോഫയിൽ ഇരുന്ന് അമ്മച്ചിയും ചാച്ചനും ഉണ്ണിയൊക്കെ കഴിക്കും. അപ്പം ഞാൻ എല്ലാവർക്കും എൻ്റെ പാസ്ത കൊടുത്തു. പിന്നെ അത്രയേ ഉള്ളൂ. ബൈ.